തീപ്പെട്ടി യുദ്ധം, കുളച്ചൽ യുദ്ധം, ലോകം മൊത്തം യുദ്ധം തന്നെ. എന്റെ പൊന്നോ, തരുന്ന് പറയട്ടെ. സോറി. പതിനഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങൾ 10ാം ക്ലാസ് സേ പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് ഇതുവരെ അതിന്റെ കൊതി തീർന്നില്ല അച്ഛാ. മനു, ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം അച്ഛനും ജയിക്കണോടാ. പക്ഷെ അച്ഛൻ ഇത്തവണയും തോക്കും. അതെന്ത്? പഠിക്കുന്ന ഒരു കുട്ടി അടുത്ത് വന്നിരിക്കണെന്നും പറഞ്ഞ് പഴവങ്ങാടി ഗണപതി കോവിലിൽ 101 തേങ്ങയാണ് ഞാൻ അടിച്ചു പൊട്ടിച്ചത്. എന്നിട്ട് പഠിക്കാത്ത ഒരു കൊട്ട തേങ്ങയാണല്ലോ വന്നിരിക്കണത്. തന്റെ നോക്കൂല ഞാൻ. നീ എന്നാ തന്തേ നോക്കിയത്? ഞാനേ കാലുമട കളിക്കാൻ അറിയാമോ? അവിടെ പാനിപ്പടി യുദ്ധമുണ്ട്. പാനിപ്പട്ടി യുദ്ധോ? ആ താണ്ട ഇവിടെ പാനിപ്പട്ടി യുദ്ധം, ഇവിടെ കുളച്ച യുദ്ധം, അങ്ങനെ ലോകം മൊത്തം യുദ്ധം വരികയാണ്. മനോരമയുടെ ഓഫീസിൽ പോലും കാണൂല്ലോ ഇത്രയും പേപ്പർ. പാക്കറ്റ് ഉപ്പ്, ഉപ്പ് സത്യാഗ്രഹം. എന്നാ കഷത്ത് ജാലിയും ബാലാമൻ കൂടെ എടുത്ത് തൂക്കാത്തെന്ത്? അതുകൊണ്ടാടാ. പക്ഷെ എവിടെ എടുത്ത് പറയാൻ പറ്റൂല. അച്ഛ ഇന്ന് ബയോളജി എക്സാം ആണ്. ഇന്ന് ബയോളജിയാ? പിന്നെ അപ്പൊ ഹിസ്റ്ററി അല്ലേ? അല്ല. എന്റെ പൊന്നോ, ഹിസ്റ്ററി എന്ന് പറഞ്ഞു കൊണ്ടല്ലോടാ. ഇവിടെ കൊണ്ട് കളയട്ടെ. ഇതുപോലെ ഒരു മണ്ട ഞാൻ എന്ത് ചെയ്തിട്ട്? അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരും ഇങ്ങനെ? ഇന്ന് പറക്കി വെക്കണേ ഹിസ്റ്ററി പരീക്ഷ കൊണ്ടുവയ്ക്കുന്നത്. ഇന്ന് ബയോളജി അല്ലേ, പിന്നെ എന്താ ഹിസ്റ്ററി? എന്റെ പൊന്നച്ച, ഇന്ന് ഹിസ്റ്ററി എക്സാം ആണ്. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. ഞാനാണെങ്കിൽ തുണ്ടെടുക്കാൻ പറഞ്ഞു. ഇതാ ബോസിന് കിട്ടിയില്ലേ? താടാ തരൂല. അച്ഛനെ തുണ്ട് താടാ തരത്തില്ല. ലോകത്താദ്യമായിട്ടായിരിക്കും സ്വന്തം തന്തയുടെ തുണ്ട് മോന്റെ അടുത്ത് ചോദിച്ചത്. തരത്തില്ലെന്ന് പറഞ്ഞില്ലേ? തരത്തില്ലെന്ന്. മനു, നിനക്കറിയോ? എനിക്കറിയാം. ഹോട്ടലിൽ ബുക്ക് പോലിരിക്കുന്ന സാധനമില്ലേ? എടാ മെനകെട്ടവനെ, അത് മെനു. ഞാൻ പറഞ്ഞ മനു നിനക്കറിയാമോന്ന്. ഓക്കെ. താൻ പാതി ദൈവം പാതി എന്നാ. എന്നുവെച്ചാ എടാ ഞാനേ അമ്പലത്തിൽ പോയി ഒരു പേന പൂജയ്ക്ക് വെച്ച് ആ പേന വെച്ച് എഴുതിയ പരീക്ഷ ജയിക്കും. എന്നിട്ട് ആ പേന എന്തിയേ? അയ്യോ, എടുക്കാൻ മറന്നല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ അവിടെ അയ്യോടെ കാര്യമില്ലല്ലോ. എന്റെ പൊന്നു ദൈവമേ, ഈ പരീക്ഷ തോറ്റു തുന്നം പാറേ. എന്തൊരു തന്തയാടോ താൻ. ഇതാണ് തന്ത വൈബ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഏത് നേരത്താണോ? നീയല്ല പറ, ഞാനാണ് പറയേണ്ടത്. പറയേ. മര്യാദയ്ക്ക് അമ്മ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. എങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരൂലായിരുന്നു. അത് തന്നെ, പണ്ട് എന്റെ അമ്മ പറഞ്ഞ കേട്ടെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നു. നിങ്ങളുടെ അമ്മ എന്തോന്ന് പറഞ്ഞത്? നിന്റെ അമ്മ കേട്ടാന്ന്. ഇത് വീടല്ല, ഇത് എക്സാം ഹോളാണ്. അത് ഇവിടുത്തെ പ്രിൻസിപ്പാൾ. അത് നിനക്ക് അതിന്റെ കൂടെ പഠിച്ചവനാ പ്രിൻസ്. പണ്ട് പാളയം ഇറങ്ങിയവനാ, ഇപ്പൊ പ്രിൻസിപ്പാളായ. എന്റെ പൊന്നച്ച, ഇപ്രാവശ്യമെങ്കിലും ഒന്ന് പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവണമെന്ന് എന്റെ ആഗ്രഹം. അതുകൊണ്ട് കളയരുത്. എന്തിനാവണം? ഡോക്ടർ ആവണം. സേ പരീക്ഷ എഴുതാൻ ഡോക്ടർ ആവണമെന്ന് കേട്ട് മനു, നീ ഡോക്ടറായെന്ന് വിചാരിച്ചോ? വിചാരിച്ച്. നീ ഡോക്ടർ ആണല്ലോ. ഷുഗർ ഉണ്ടോന്ന് എങ്ങനെ നോക്കും? പഞ്ചസാര പോണിക്കകത്ത് കൈയിട്ട് നോക്കണം. അതിനേക്കാൾ എളുപ്പമുണ്ടാ ആയിരിക്കണ പേഷ്യനെ പിടിച്ച് നക്കി നോക്കണം. മധുരം ഉണ്ടെങ്കിൽ ഷുഗർ ഉണ്ട്, മധുരം ഷുഗർ ഇല്ല. കാര്യം മണ്ടത്തരം ഉണ്ടതൊക്കെ. എന്നാ അത് വേണ്ട. എനിക്ക് വേറൊരു ആഗ്രഹം കൂടിയുണ്ട്. എന്താണ്? എന്താണെന്നറിയോ? പോലീസ്. അശ്ലീല വീഡിയോ കാണുന്നവരെ പിടിക്കണം, പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവരെ പിടിക്കണം, മദ്യപിക്കുന്നവരെ പിടിക്കണം. അതാവണം പോലീസ്. പാക്രിയ പാക്രിയ പാക്രിയ. ആരാ പാക്രിയ? സൂര്യയുടെ പാക്രിയ. അച്ഛൻ പാക്രിയ. എനിക്കാരെ പാക്കറിഞ്ഞൂടാ. നീ ഒരു സ്വന്തം തന്തയെ അറസ്റ്റ് പ്ലാൻ തന്നെയല്ലേ? എന്ന് വെച്ചാ പറഞ്ഞില്ല. എനിക്ക് അച്ഛനും പഠിച്ച് വലിയ നിലയത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടാ. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എന്തോന്നാവണമെന്ന് ആഗ്രഹം? എനിക്ക് പഠിച്ചു വലുതായിട്ട് വേണം ഒരു ലവർ ആവാൻ. ലവറാ? വക്കീല്, ലോയർ. എന്നിട്ട് വേണം എല്ലാ വക്കീലന്മാരെ ജഡ്ജിന്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിന്നിട്ട് എന്തോന്ന് ഒച്ചത്തിലൊരു ഹോണ്. ഒച്ചത്തിലൊരു ഹോണ്? അമ്മയുടെ അങ്ങനെ പറയും വക്കീലന്മാര്. ഒബ്ജക്ഷൻ ഡ്രോണർ. നിനക്ക് പറഞ്ഞൂടല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടർ എടുത്തത്. നീ എന്റെ മോൻ തന്നെ. നിങ്ങൾ വായി നോക്കിയിരിക്കാതെ വല്ല എടുത്ത് വെച്ച് പഠിക്കാൻ നോക്ക്. നാളെ പരീക്ഷയുണ്ട്. നാളത്തെ എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചാ? എല്ലാം പഠിച്ചു. ഞാൻ ഇരുത്തി പറഞ്ഞ കുറച്ചൊക്കെ പഠിച്ചു. അതാണ് പറഞ്ഞിരുന്നു പഠിക്കാൻ നോക്ക്. കെമിസ്ട്രി ഒക്കെ ഭയങ്കര പാടാണ്. എടാ, കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കെമിസ്ട്രിയിൽ ഒരു ചോദ്യം ഭയങ്കര ഡൗട്ടടാ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിര്. പറഞ്ഞു തരൂ.
എന്താണ് H2O? എനിക്കിവിടെ കുറെ പഠിക്കാനുണ്ട്. പറഞ്ഞൂടാ, അത് പറഞ്ഞാൽ മതി. ചുമ്മാ ആവശ്യത പറഞ്ഞതാണ്. ഞാനെടുത്ത് ചോദിക്കും. ചേട്ടാ, ഈ H2O എന്ന് പറഞ്ഞ എന്താട്ടാ? വെള്ളം. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? പറയാട്ടാ, എന്താണ് ഏട്ടാ H2O? വെള്ളം. പൊന്നിയേട്ടാ, വെള്ളം തന്നെ കുത്തിട്ട് പറ, എന്താണ് H2O? അതല്ല വെള്ളം. ഓ, അപ്പൊ രാവിലെ അടിച്ച് സെറ്റായിട്ട് വന്നിരിക്കുകയാണല്ലേ? വെള്ളമാണല്ലേ? ഇവിടുത്തെ അടിച്ചിരിക്കണ്ടോ ഇതൊക്കെ? അച്ഛാ, നിങ്ങക്ക് എല്ലാ സബ്ജക്ട് അറിയാന്നല്ലേ പറഞ്ഞേ? എനിക്ക് എല്ലാം അറിയാം. ഹിന്ദി അറിയാമോ? അറിയാമോന്ന്? വെള്ളം. അപ്പോ നമ്മൾ തുളസിത്തറയിൽ വെള്ളം ഒഴിക്കണതല്ലേ? ഹിന്ദി അറിയാമെന്നല്ല ചോദിച്ചത്, ഹിന്ദി അറിയാമാന്ന്. അമ്മ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആരടാ ഇവിടെ കല്ല് കൊണ്ടിട്ടിരിക്കുന്നത്? ബെല്ലടിച്ചു. പരീക്ഷ തുടങ്ങാൻ സമയമായിട്ടോ. ബെല്ലടിച്ചല്ല, ഞാൻ എടുത്ത കല്ല് തഞ്ഞത്. അയ്യോ, ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാൻ 5 മിനിറ്റ് സമയമുണ്ട്. സാറ് വന്നോ? സാറേ ഒന്ന് നോക്കിയേക്കണം. 10 മിനിറ്റ് ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. ഞാൻ ഒന്നും ചെയ്തില്ല. ഈശ്വര, ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണേ. വലിച്ചല്ലോ നാദാ, ഒന്നും അറിഞ്ഞൂടല്ലോ. സ്റ്റേറ്റ്മെന്റ്. എന്താ? ഞാൻ ഈ പരീക്ഷ ജയിക്കും. അത് എനിക്ക് ചോദ്യമില്ല. തിരിച്ചു പിടിയുന്നേ. വെയിറ്റ് എ മിനിറ്റ്. അറിയാന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ടിക്ക് ചെയ്യണോ? അറിഞ്ഞൂടാ. സാർ പേപ്പർ സാർ. അതിന് നിങ്ങൾ എഴുതി തുടങ്ങിയില്ല. അല്ല, സാറിന്റെ പേപ്പർ താഴെ പോയിരുന്നു. നിങ്ങൾ അവിടെ പോയിരുന്ന മര്യാദയ്ക്ക് പരീക്ഷ എഴുതാൻ നോക്കുക കേട്ടോ. ഓക്കെ സാർ, നമ്മൾ പറഞ്ഞു പേപ്പർ പോയി സഹായിച്ചത് സാർ. അറിയാമാ? അതെഴുതി കാണിച്ചാ കാണിച്ചതാ. അയ്യേ, എന്തോ നീ വൃത്തിയായിട്ട പടമൊക്കെ വരച്ച് വെച്ചിരിക്കണേ? ബ്ലൂ പടം വരയ്ക്കാൻ. ബ്ലൂ പടം വരയ്ക്കാനല്ല, ഭൂപടം വരയ്ക്കാനാ പറഞ്ഞത്. സൈലൻസ്. എന്റെ അമ്പോ, ഞാൻ ഒന്ന് പറ. വെള്ളം. സൈലൻസ്. ഞാൻ ഒന്ന് ഇവിടെ ശൂഷു അടിച്ചോ? അച്ഛാ, നീയാടാ ശൂഷു അടിച്ചത്? അച്ഛൻ വിളിച്ച പോലെയാടാ. ദക്ഷിണേന്ന് പറഞ്ഞ എന്തോന്ന്? ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞ എന്തോന്ന് അറിഞ്ഞൂടെ? പൊന്നു, എഴുതിക്കോ. പറ. ഞാനും എന്റെ മോനും പാട്ട് പഠിക്കാനായി സാറിന്റെ മുമ്പേ കൈ വീശി ചെന്നപ്പോ സാറ് ചോദിച്ചു ദക്ഷിണേന്ത്യയെ. എന്നിട്ട് പാക്കും വെച്ചേ മാറ്റി കൊടുത്തു. ഇതാണ് ദക്ഷിണേന്ത്യയെ. ദക്ഷിണേന്ത്യ എന്നല്ല ചോദിച്ചത്, ദക്ഷിണേന്ത്യ. എടാ, ഇന്ത്യ അങ്ങനെ വേർതിരിപ്പില്ല. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അത് ആൻസർ തെറ്റാണ്. പോടാ, എനിക്കറിയാം, അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സൈലൻസ്. എനിക്ക് കൂടെ ഒന്ന് കാണിച്ചതാ. സൈലൻസ്. സ്വന്തം മോൻ എഴുതാൻ തരില്ല കേട്ടാ. കണ്ട പെണ്ണുങ്ങൾ കൊടുത്തോളാം. സ്വന്തം മോൻ എങ്ങനെയാ പ്രേമലേഖനം എഴുതുന്നത്? പ്രേമലേഖനോ? നിങ്ങൾ ഇതാരാ വിളിക്കുന്നത്? അതിനെന്തിനാ ഫ്രണ്ടിൽ നോക്കി വിളിക്കുന്നേ? തിരിഞ്ഞു നോക്കി വെള്ളം ചോദിക്കും. ഹായ് അല്ല, 5ാമത്തെ പറഞ്ഞതാടാ. എന്ന് പോച്ചാ. ആ തുണ്ട്, ഞാൻ തുണ്ടിലുണ്ട്. തിരുവനന്തപുരം ഗുണം ബാലരാമപുരം സമയം 24 KSRTC. അതെ, അതിന്റെ ആൻസർ നീ തന്നതാ. അയ്യോ, ഞാൻ വന്ന ബസിന്റെ ടിക്കറ്റ്. ടിക്കറ്റും തിരിച്ചറിഞ്ഞു ഇവിടെ. ആ പേപ്പർ വാങ്ങടാ. എന്ത് പേപ്പർ വാങ്ങടാ? സൈലൻസ്. അമ്മച്ചി, ആ പേപ്പർ ഇങ്ങതാ. എനിക്കത് വേണം. പോകള എണീറ്റ്. എന്തിനു വാങ്ങിയേ? പ്രേമലേഖനം അതുപോലെ എഴുതി വെക്കുക പേപ്പറിൽ. ചെറുന്ന് പറയട്ടെ. അച്ഛാ, ആര്? നിന്റെ അമ്മര മാപ്പിള. അച്ഛാ, ആരെന്നല്ലേ ചോദിച്ചത്? ആരാ?
ആനകൾ എത്ര തരം? ആ അത് പറഞ്ഞാ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ആഫ്രിക്കൻ ആന, ആഫ്രിക്കൻ ആന, ഏഷ്യൻ ആന, ഏഷ്യൻ ആന, തായ്ലാന്റ് ആന, തായ്ലാന്റ് ആന, ഹരിയാന, ഹരിയാന, തെലങ്കാന. തെലുങ്കാന. അതാനയാണോ? അമ്മയുടെ ആനയുണ്ട. ആ ആന. അച്ഛ അടുത്തത് ഞാൻ ഇനി എന്തോ പറയാനാ? പറയാനാ. അതേതാന? ബനാന. ബനാനേ? എടാ, പഴം മിണ്ടാതെ. Silence. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറയില്ലല്ലോ. ഇനി എന്റെ അടുത്ത് മേലെ ഒന്നും ചോദിച്ചാലോ കേട്ടല്ലേ, ഞാൻ ഒന്നും പറഞ്ഞു തരൂല. എനിക്കെന്റെ ആവശ്യമില്ലേ? അയ്യോ, നീ ചുമ്മാ കിടന്ന്. അത് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ തേടുന്ന. ചുമ്മാ ഇരുന്ന്. പേപ്പർ വേണം. സൗകര്യമില്ല. വെള്ളം. സൈലൻസ്. എന്താ ഇവിടെ? നടുവേന സാർ, കുറച്ച് ഇരുന്നപ്പോഴേ. ഓക്കെ. എന്താ മച്ചി? ഐ ലവ് യു. അതെ. സൈലൻസ്. നോക്കിയിരുന്ന് എഴുത. പഠിച്ചിട്ടുണ്ട്. പേപ്പർ തന്നെ. പേപ്പർ താ. സൈലൻസ്. നേർക്ക്. പേപ്പർ താ. ഒരുമാതിരി മറ്റടുത്ത പണി കാണിക്കില്ല. അയ്യോ. അതിനൊക്കെ നിനക്ക് പാടാൻ എനിക്കറിയാം. ഗതികേട്. അച്ഛാ, പേപ്പർ ഒന്ന് എഴുതിട്ട്. ഉത്തരം അറിഞ്ഞൂടെ? ഒന്ന് നോക്കി എഴുതിട്ട് താ. വേഗം തരണം പേപ്പർ എഴുതിയിട്ട്. സൈലൻസ്. തിരിഞ്ഞ് ഇനി മിണ്ടൂല. സൈലൻസ്. 1 2 3. എഴുത്. അല്ലെങ്കിൽ വേണ്ട. ഇന്ന് എന്താടാ? ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുന്നു. അച്ഛാ, അനങ്ങല്ലേ? എന്താ സാർ പറഞ്ഞത്? അനങ്ങല്ലേ? എന്താ? ഇല്ല. അനങ്ങല്ലേ? എന്തോ കാര്യം അനങ്ങല്ലേ? എന്റെ വല്ല ദേഹത്തോലും പിടിക്കണം. ഇല്ല. ആനയിക്കോ. എന്താടാ? ആദ്യമ മനുഷ്യനെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ അച്ഛൻ ആദ്യം വരച്ചത്. അത് ഞാൻ നോക്കി വരച്ചത്. സൈലൻസ്. ആദ്യം മത്സരം പറഞ്ഞതാ. ഞാൻ ഇരിക്കെ നോക്കി പരീക്ഷ എഴുത്. നോക്കിയതാ സാറേ. അവിടെ നോക്കി എഴുതാനല്ല, ഇപ്പുറത്തിരുന്ന് എഴുതാൻ. വെള്ളം. സൈലൻസ്. ഒരു സംശയം. പഴശ്ശിരാജാര്. ഹരീഷുള്ള കാട്ടാക്കട. പരീക്ഷ തരുന്നത് ആരെന്നല്ല ചോദിച്ചത്, പഴശ്ശിരാജാരെന്ന്. അമ്മേ, എന്താ? മമ്മൂട്ടി ഫാൻസ് കേട്ടാ കൊല്ലും. എന്ത്? മമ്മൂട്ടിയുടെ ഉത്തരം. ആ, മമ്മൂട്ടി. കുഞ്ഞാലി മരക്കാറേ. മോഹൻലാലേ. ആ, എന്താ തമാശയുള്ള ചോദ്യോ? അല്ല, ഫുള്ള് മാർക്ക് എനിക്കറിയത്. അറിയാമോ? പിന്നെ എന്തിന് കുതിര വരച്ചു വെക്കണത്? ടിപ്പുവിന്റെ പടയോട്ടം. അതിനെന്തിന് കുതിര? പിന്നെ ടിപ്പു സുൽത്താൻ മെട്രോയിലാ പോയത്. ടിപ്പു പോയത് മെട്രോയിലെന്ന്. അപ്പൊ ട്രെയിനിലല്ലേ? ആഹാ, ടിപ്പു പോയത് മെട്രോയിലെന്ന്. എന്റെ അപ്പോ. സൈലൻസ്. മിണ്ടായിരുന്നു. എഴുതുവോ? സമയം തീരാറായി. പെട്ടെന്ന് എഴുതണേ. 5 മിനിറ്റ് കൂടെ ഉള്ള. 4 മിനിറ്റ് കൂടെ ഉള്ള. 2 മിനിറ്റ് കൂടെ ഉള്ള. 1 മിനിറ്റ് കൂടെ ഉള്ള. ഇവിടെ കല്ലോണ്ട് വെച്ചിരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എഴുതി തീർന്നില്ല. ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. ഇനി വല്ല ചെയ്യാൻ പറ്റുമോ സാറേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എല്ലാം കൂടെ കെട്ടിവെക്കുക. ഞാൻ എഴുതി തീർന്ന്. ഞാൻ എഴുതി. ഞാൻ എല്ലാം എഴുതി. പിന്നെന്ത്? എല്ലാം എഴുതി. എല്ലാം എഴുതി. 2 വെച്ച് ബാക്കി എല്ലാം എഴുതി. എന്തൊന്നും എഴുതിയില്ല? എന്റെ രജിസ്റ്റർ നമ്പറും പേരും. അടി. മനോ, അച്ഛന്റെ ഇത്തവണത്തെ പരീക്ഷ അടുത്ത കൊല്ലത്തേക്കുള്ള സേ. ഇനി ഞാൻ എന്ത് ചെയ്യും? അടുത്ത വർഷവും വന്ന് ചോദിക്കണമല്ല. വെള്ളം കുടിക്കാൻ